UAE മാധ്യമരംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്രീസിയേഷനും അംഗീകാരവും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളോ കാര്യങ്ങളോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പ്രചരിപ്പിച്ചാൽ അതിനൊക്കെ ശിക്ഷയുണ്ടാകും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ദുബായിയുടെ ഗൈഡ് ലൈൻസ് എന്താണ്, ഈ രാജ്യം ഓരോ കാര്യങ്ങളിലും പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്താണ്, അത് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലത് എന്നതാണ് ഇന്നിവിടെ കണ്ട വർക്ക്ഷോപ്പിൻ്റെ സാരം. ദുബായ് പ്രസ് ക്ലബ്ബിൽ നടന്ന വർക്ക്ഷോപ്പിൽ ദുബായ് മീഡിയ കൗൺസിലിൻ്റെ മീഡിയ റെഗുലേഷൻ സെക്ടറിൻ്റെ CEO ആയിട്ടുള്ള മിസ്റ്റർ റാഷിദ് അൽ മർറി ആദ്യം സംസാരിച്ചത് എല്ലാ മാധ്യമപ്രവർത്തകരും ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചാണ്. ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നും മാത്രമേ വാർത്തകൾ നൽകാവൂ. റൂമറുകൾ അങ്ങനെ തന്നെ നിരാകരിക്കുക. നിർണായകമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനുകൾ വീഡിയോയിൽ പകർത്തരുത് എന്ന നിർദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനും ലൈസൻസ്ഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, ഇൻഫ്ലുവൻസർമാരും കണ്ടന്റ് ക്രിയേറ്റർമാരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല ഭാവി മാധ്യമപ്രവർത്തകർക്ക് UAE ഉണ്ടെന്നും റാഷിദ് അൽ മർറി ഓർമ്മിപ്പിച്ചു. The main thing that we do in Dubai is we focus on telling our stories. So we tell everyone what we're doing, our successes, and we try to push the truth out. We do it through our official channels, and we do it with our partners and our friends. We give them the stories to tell, and hopefully the truth is the thing that will always rise above any misinformation. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം വളരെ വ്യക്തതയോടുകൂടിയും കൃത്യമായും നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് തുടർന്ന് നടന്ന ഒരു സെഷൻ കൈകാര്യം ചെയ്തത് ദുബായ് മീഡിയ ഓഫീസിലെ സ്ട്രാറ്റജിക് മീഡിയ റിലേഷൻസിന്റെ ഡയറക്ടറായ മിസ് ഹിന്ദ് ഫക്രിയാണ്. എല്ലാവരുടെയും വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ അവതരിപ്പിച്ചു തുടങ്ങിയ ഹിന്ദ് ഫക്രി സദസ്സിന്റെ കയ്യടി ഏറ്റുവാങ്ങി. ദുബായ് കടൽ ഭാഗത്ത് ഒരു കുവൈറ്റി ടാങ്കർ വന്നതും അതിന്മേൽ ആക്രമണമുണ്ടായതും തുടർന്ന് ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് പല മാധ്യമങ്ങളും ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ദുബായ് ജലാശയത്തിൽ ഓയിൽ ലീക്കേജ് ഉണ്ടായിരിക്കുന്നു എന്ന് റൂമർ പരത്തിയതും ഹിന്ദ് ഫക്രി പരാമർശിച്ചു. എന്നാൽ ഇതിന്റെ വാസ്തവം അങ്ങനെയൊന്നുമല്ല എന്ന കാര്യം ദുബായ് മീഡിയ ഓഫീസ് ഔപചാരികമായ ചാനലുകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അറിയിച്ചതും അത് ലോകം വിശ്വസിച്ചപ്പോൾ എങ്ങനെയാണ് റൂമറുകളെ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഗൃഹപാഠം കിട്ടിയതായും ഫക്രി സൂചിപ്പിച്ചു. അത്തരത്തിലൊന്നു തന്നെയാണ് ദുബായിലെ US കോൺസുലേറ്റ് ഓഫീസിന്റെ അടുത്തുണ്ടായ ആക്രമണത്തെക്കുറിച്ചും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതും തമ്മിലുള്ള അന്തരം എന്നും ഹിന്ദ് ഫക്രി സൂചിപ്പിച്ചു. In any government crisis situation, there are statements that need to come out within the first 60 minutes. That's the best practice around the world. With us at Dubai Government Media Office, the standard is also shorter. So every statement, the average is under 30 minutes. Now with speed and accuracy, it is very important to maintain both. So not fasten while not getting full accuracy. So the way is, any information needs to be trusted information that comes from official sources. We ask the questions, we get the information, we get it validated, and then share it after getting the correct approvals.